പ്രിയപ്പെട്ടവരെ, മറ്റൊരു പ്രധാന വാർത്ത വരുന്നുണ്ട്. ആശ്വാസകരമായിട്ടില്ലെങ്കിൽ പോലും ഒരു പ്രധാന വാർത്തയാണ്. നമ്മുടെ ബാലമുരുകനില്ലേ, വിയൂര് തൃശ്ശൂരിൽ തമിഴ്നാട് പോലീസിന്റെ കയ്യിൽ നിന്ന് ചാടിപ്പോയ ബാലമുരുകൻ, നമ്മുടെ ബാലമുരുകനല്ല, കൊടുങ്കുറ്റവാളി ബാലമുരുകൻ. ആ ബാലമുരുകൻ ഇപ്പോൾ രാമേശ്വരത്തുണ്ട് എന്നൊരു സൂചന വരുന്നുണ്ട്. ക്യൂ ബ്രാഞ്ച് പോലീസിന്റെ അന്വേഷണം രാമേശ്വരത്ത് പുരോഗമിക്കുകയാണ്. വിയൂർ പോലീസും തമിഴ്നാട്ടിലെത്തിയിട്ടുണ്ട്. ബാലമുരുകന്റെ ഭാര്യയും പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. ജെയ്സൺ ചാമവളപ്പിലുണ്ട്. ജെയ്സൺ ചാമവളപ്പിൽ ഗുരുതരമായ വീഴ്ചയാണ് തമിഴ്നാട് പോലീസിന് ഇക്കാര്യത്തിൽ സംഭവിച്ചത്. ഇയാൾ എങ്ങനെയോ കേരളത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അതിർത്തി കടന്നു എന്നുള്ളതായിരുന്നു അന്ന് തന്നെ നമുക്ക് സംശയമുണ്ടായിരുന്നത്. ഇപ്പോൾ ഇയാൾ രാമേശ്വരത്തുണ്ട് എന്നതിന്റെ സൂചന ലഭിച്ചോ ജെയ്സൺ? അരുൺകുമാർ, തീർച്ചയായും ഇയാൾ തമിഴ്നാട്ടിലേക്ക് കടന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവും അന്നുണ്ടായിരുന്നില്ല. സ്വാഭാവികമായിട്ടും വലിയ നെറ്റ്വർക്ക് അവിടെയുണ്ട്, ഇയാൾക്ക് ഗുണ്ടാ നെറ്റ്വർക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തമിഴ്നാട്ടിലെത്തുക എന്ന് തന്നെയായിരിക്കണം അയാൾ അവിടെ നിന്ന് ഉദ്യോഗസ്ഥരെ കയ്യിൽ നിന്നും രക്ഷപ്പെടുമ്പോഴുള്ള അയാൾ ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ അയാൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അതേസമയം തന്നെ ഇയാൾ രാമേശ്വരത്ത് എത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ തമിഴ്നാട് ക്യൂ ബ്രാഞ്ചിന് ലഭിച്ചിരിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ രാമേശ്വരം പരിസരമൊക്കെ വലിയ രീതിയിൽ പരിശോധനയിലാണ് തമിഴ്നാട് പോലീസ്. അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള പോലീസ്, വിയൂരിൽ നിന്നുള്ള പോലീസും തമിഴ്നാട്ടിൽ എത്തിയിട്ടുണ്ട്. ഇയാൾ നേരത്തെയും ഇതുപോലെ കവർച്ച നടത്തി പിടിയിലായി. പിന്നീട് രക്ഷപ്പെട്ടപ്പോഴും ഇതേപോലെ തന്നെയാണ് രാമേശ്വരത്ത് നിന്നാണ് ഇയാൾ പിടികൂടുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ പരിശോധന സജീവമായിട്ടുണ്ട്. ഏതായാലും ഇയാളുടെ ഭാര്യ ഇപ്പം നിരീക്ഷണത്തിലാണ്. പല തവണകളിൽ ഇയാൾ രക്ഷപ്പെടുന്നതിനും പലതവണ ഇയാളുടെ ഭാര്യയെ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാളുടെ ഭാര്യയിലേക്ക് വരുന്ന ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ച് കൂടി അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് പിടിയിലാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് തമിഴ്നാട് പോലീസിനും വിയൂർ പോലീസിനും ഉള്ളത്. അരുൺകുമാർ, താങ്ക് യു ജെയ്സൺ. അത് ആശ്വാസമായിട്ടില്ല, പിടികൂടുമ്പോഴേ ആശ്വാസമാവത്തുള്ളൂ. കൊടുങ്കുറ്റവാളിയാണ്. ഒന്നും രണ്ടുമല്ല, 53 കേസുകളാണ് ബാലമുരുകനെതിരെ ചുമത്തിയിരിക്കുന്നത്. തമിഴ്നാട് പോലീസ് എന്നാ കൊണ്ടുവരാൻ വന്നതെന്നേ കൈവിലങ്ങ് വെച്ചില്ല. ഒരു ടൂറിസ്റ്റ് യാത്ര പോകുന്ന പോലെ, ഒരു ടൂറിന് പോകുന്ന, ഒരു പിക്നിക്കിന് പോകുന്നത് പോലെയാണ് അയാളുടെ സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുവന്ന് ഇറക്കി വിട്ടത്. എന്നാലും ബാലമുരുകൻ രാമേശ്വരത്തുണ്ട് എന്നുള്ളതാണ് സൂചന. ക്യൂ ബ്രാഞ്ച് ഉണ്ടല്ലോ, വൃത്തിയായിട്ട് വെട്ടിപ്പായിട്ട് കേസ് അന്വേഷിക്കുന്ന ടീമാണ്. എന്തായാലും അവർ അന്വേഷിക്കുന്നുണ്ട്. ഒപ്പം നമ്മുടെ വിയൂർ പോലീസും തമിഴ്നാട്ടിലെത്തിയിട്ടുണ്ട്. കാത്തിരുന്ന് കാണാം. ബാലമുരുകനെ പിടികൂടി എന്നുള്ള വാർത്ത ആദ്യം നമ്മൾ പ്രേക്ഷകരെ അറിയിക്കും പിടികൂടുമ്പോൾ.